നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നു. 4 കുരുന്നുകളുടെ ജീവനെടുത്ത സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും നീറുന്ന വേദനയായി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ അവിടെ നേരിട്ടെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ അറിയാൻ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പരാതികളുമായി നാട്ടുകാരും പ്രദേശവാസികളും അടക്കം മന്ത്രിയെ സമീപിച്ചിരിക്കുന്നു. പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടത്തെ അപകട സ്ഥലം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സന്ദർശിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്ന റോഡാണ്. റോഡിൽ അശാസ്ത്രീയ നിർമ്മാണമുണ്ടെന്ന ആരോപണങ്ങൾ, അതിനപ്പുറത്തേക്ക് കാര്യമായ ഇടപെടലുകൾ NHA അടക്കം നാഷണൽ ഹൈവേ അതോറിറ്റി അടക്കം നടത്തുന്നില്ല. സംസ്ഥാന സർക്കാർക്കും വിമർശനം. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്ന ഘട്ടത്തിൽ ഗതാഗത മന്ത്രി തന്നെ സംഭവ സ്ഥലത്തെത്തി സംഭവിച്ചെന്തെന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താനുള്ള പരിശോധന നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ ആ റോഡിലൂടെ വാഹനം ഓടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വിപിൻ സി വിജയൻ പാലക്കാട്. വിപിൻ സി, നമ്മൾ ആ നടുക്കുന്ന വാർത്ത ഇന്നും നമ്മുടെ മനസ്സിൽ വളരെ നടുക്കത്തോടു കൂടി തന്നെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ആ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇന്നലെയാണ് അവരെ ആ പള്ളി ഖബർസ്ഥാനിൽ കൊണ്ടുപോയത്, അവിടെ മറവടക്കി. അതിനുശേഷം ഇപ്പോൾ ഇത് ആ റോഡിൽ പരിശോധനയുമായി ഗതാഗത മന്ത്രി നേരിട്ടെത്തിയിരിക്കുന്നു. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനകീയ പ്രതിഷേധങ്ങൾ വല്ലതും അവിടെ ഇപ്പോൾ സംഭവിച്ചോ? എന്താണ് വിശദാംശങ്ങൾ? പാലക്കാട് പനയമ്പാടത്താണ് ഗതാഗത മന്ത്രി അദ്ദേഹത്തിന് നേരിട്ടെത്തി തന്നെ പരിശോധന നടത്തിയത്. 4 കുരുന്നുകൾ സിമന്റ് ലോറി മറിഞ്ഞ് വല്ലാത്ത രീതിയിൽ ദാരുണാന്ത്യം സംഭവിച്ച ഇടത്ത് ഗതാഗത മന്ത്രി നേരിട്ട് പരിശോധന നടത്തുന്നു. ഈ റോഡിനെതിരെ വ്യാപക പരാതികൾ, പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഈ പ്രശ്നങ്ങൾ പനയമ്പാടത്ത് എത്തിയിരിക്കുന്നു. പനയമ്പാടത്ത് എത്തി അദ്ദേഹം ഈ റോഡിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടി സ്വന്തം വാഹനം ഓടിച്ചു നോക്കിയിരിക്കുകയാണ്. ഈ പനയമ്പാടത്ത് അപകടം നടന്ന ആ ദേശീയപാതയിൽ, അത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗിക വാഹനം ഓടിച്ചു നോക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. ശേഷം മാധ്യമങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിക്കും. ഇപ്പോൾ ഇവിടെ അദ്ദേഹം എത്തിയ ഉടൻ തന്നെ, ഈ അപകട മേഖലയിലേക്ക് അദ്ദേഹം എത്തിയ ഉടൻ തന്നെ കോൺഗ്രസിന്റെ ഒരു നിരാഹാര സമരം നടക്കുന്നുണ്ട്. ഈ റോഡിലെ അപാകതകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരമുണ്ട്. അനിശ്ചിതകാല നിരാഹാര സമരമാണ് നടക്കുന്നത്. ഈ സമരപന്തലിലേക്ക് കയറിയ KB ഗണേഷ് കുമാർ അവിടെ വെച്ച് അവിടെ ഉള്ള ആളുകളുമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും സംസാരിച്ചു. അതിൽ പ്രധാനമായും പറഞ്ഞത്, ഇനി ദേശീയപാത അതോറിറ്റി ഫണ്ട് അനുവദിക്കുന്നില്ല, റോഡിന്റെ അപാകതകൾ നീക്കാൻ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷാ അതോറിറ്റിയിൽ നിന്ന്, റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പണം അനുവദിക്കും. അതിന് 10 കോടി രൂപയാണെങ്കിലും അത് അനുവദിക്കുമെന്നുള്ള ഉറപ്പാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പഠിക്കാൻ, അശാസ്ത്രീയത എന്തൊക്കെ രീതിയിലാണ് ഉള്ളത്, ഈ റോഡിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ ഞാൻ സ്വന്തം വാഹനം തന്നെ ഓടിച്ചു നോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു 1 കിലോമീറ്ററോളം ദൂരം ഇപ്പോൾ ഈ വാഹനം ഓടിച്ചു നോക്കിയിരിക്കുന്നത്. ഈ അപകടം നടന്ന ഈ ഒരു ഇറക്കത്തിൻ്റെയും അതുപോലെ തന്നെ മിനുസമുള്ള റോഡാണ് തുടങ്ങിയിട്ടുള്ള നിരവധി പരാതികൾ ഉണ്ടായിരുന്നു, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സ്വന്തം വാഹനം ഓടിച്ചു നോക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നാട്ടുകാർ അവർക്കുള്ള പരാതികൾ പറയുകയാണ്. ഈ പ്രധാനമായിട്ടുള്ള ഒരു പരാതി, ഈ വളവ് നിവർത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത് മിനുസമുള്ള റോഡാണ്, ഒരു ഗ്രിപ്പ് ഇവിടെ കിട്ടുന്നില്ല, 2 വാഹനങ്ങൾ തമ്മിലുള്ള അകലം, അതിൻ്റെ കാഴ്ചയുടെ ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ നാട്ടുകാർ പറഞ്ഞു. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പലതവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒപ്പം തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും വേണ്ട വിധത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യോഗം ചേരുകയും നടപടിയെടുക്കുകയും ചെയ്ത് ഇന്ന് 3 മണിയോടുകൂടി ഇപ്പോൾ ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടക്കും. PWD ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് അടങ്ങിയിട്ടുള്ള ഒരു സേഫ്റ്റി. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ നാട്ടുകാരെ കണ്ടതിന് ശേഷം വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്